അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു അനുഭവം കുറിക്കട്ടെ. ഒരിക്കൽ ചെറിയ കുട്ടികളുടെ അഥവാ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. പോകുമ്പോൾ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ നമ്മൾ അവരെ വളരെ കെയർ ചെയ്തുകൊണ്ട് പരിപാടി അവതരിപ്പിക്കണം. കുറഞ്ഞ കുട്ടികളെ ഉള്ളൂ. പോകുമ്പോൾ എന്ത് ചെയ്തു? വഴിയിൽ വെച്ച് 2 ചോക്ലേറ്റ് വാങ്ങി കീശയിൽ വെച്ചു. പരിപാടി തുടങ്ങുകയാണ്. ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടേതായ രീതിയിലാണല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ചോദിച്ചു, കുട്ടികൾ നിങ്ങളിൽ ആരാണ് ഈ പരിപാടിയുടെ ഒരു ലീഡറായി നിൽക്കുക എന്ന് ചോദിച്ചു. പൊതുവെ എത്ര വലിയ ആളുകളുടെ പരിപാടിയാകട്ടെ, ചെറിയ ആളുകളുടെ പരിപാടിയാകട്ടെ, കൂടുതൽ ആളുകൾ ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, പലരും അതിന് വൈമനസ്യം കാണിക്കാറുണ്ട്. അത് സ്വാഭാവികം. അവസാനം ഒരു കുട്ടി എണീറ്റ് നിന്നു പറഞ്ഞു, ഞാൻ അതിന്റെ ലീഡറാകാം, കാര്യങ്ങളെല്ലാം ഞാൻ നോക്കാം എന്ന് ഒരു കുട്ടി എണീറ്റ് നിന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ പോക്കറ്റിൽ രഹസ്യമായി കരുതി വെച്ചിരുന്ന ആ മിഠായി അതല്ലെങ്കിൽ ആ ചോക്ലേറ്റ് ഞാൻ ആ കുട്ടിക്ക് കൊടുത്തു. വളരെ സന്തോഷവാനായി കുട്ടി. പിന്നീട് എല്ലാ കുട്ടികളും വളരെ ശ്രദ്ധാപൂർവം ആ പരിപാടി വീക്ഷിച്ച് ഏകദേശം 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുത്ത ഞായറാഴ്ച ദിവസമായിരുന്നു പരിപാടി. ഒരു 11 മണി സമയത്താണ്. അതിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് അന്നൊരു കല്യാണമുണ്ട്. ആ കല്യാണത്തിന് പോകാൻ വേണ്ടി കുട്ടിയുടെ മാതാവ് വിളിക്കുന്നുണ്ട്, ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട് തോന്നുന്നു. പക്ഷേ കുട്ടി പോകാൻ തയ്യാറായില്ല. എന്തേ കാരണം? നമ്മൾ മനസ്സിലാക്കുക, ആ കുട്ടി പ്രതീക്ഷിക്കുന്നുണ്ടാകും എനിക്കെന്തോ ഒരു സമ്മാനം കിട്ടും എന്നുള്ളത്. അപ്പൊ പറഞ്ഞു വരുന്നത്, കുട്ടികൾക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കണം. കുട്ടികൾ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും എന്തെങ്കിലും നന്മകൾ കണ്ടാലും നമ്മൾ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കണം. നമുക്കറിയാം, 1 വർഷം മുമ്പ് മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയൊരു കുട്ടി, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവരുടെ ഓട്ട മത്സരത്തിൽ നല്ല ഓട്ടം കാഴ്ചവെക്കുകയുണ്ടായി. ആ ചെറിയ കുട്ടി, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടി ഓടുന്നതിന്റെ വീഡിയോ അവരുടെ ആ സ്ഥാപനത്തിലെ ഒരു അധ്യാപിക വീഡിയോ റെക്കോർഡ് ചെയ്തു. അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അത് ഷെയർ ചെയ്തു. അതോടുകൂടി അത് വൈറലായി. ആ കുട്ടിയെ തേടി മാധ്യമപ്രവർത്തകർ വീടുകളിലും സ്കൂളുകളിലും എത്തി. ആ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പിഞ്ചു ബാലനോട് പത്രപ്രവർത്തകർ ചോദിച്ചു, നിനക്ക് എന്ത് കിട്ടി? ആ കുട്ടി വളരെ ആവേശപൂർവ്വം പറയുന്നതായി നമുക്ക് ചാനലിലൂടെ കാണാൻ സാധിച്ചു. എനിക്ക് എൻ്റെ ടീച്ചർ എനിക്ക് ചോക്ലേറ്റ് വാങ്ങി തന്നു എന്നുള്ളത്. വളരെ സന്തോഷപൂർവ്വമാണ് ആ കുട്ടി പറയുന്നത്. ആകെ 5 രൂപയുടെ ഒരു ചോക്ലേറ്റ് ആയിരിക്കും ഒരു പക്ഷേ ടീച്ചർ വാങ്ങിക്കൊടുത്തുള്ളത്. ആ കുട്ടിയുടെ സന്തോഷം എത്ര! മറ്റൊരു സംഭവം കൂടി പറയട്ടെ. നമുക്കറിയാം, ഈ കൊറോണ സമയത്ത് നമ്മളെല്ലാവരും അകത്തിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി വൈറലായിട്ടുണ്ടായി. കുട്ടിയുടെ പേരോ കാര്യങ്ങളോ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ കുട്ടിയെ ലോകത്തുള്ള എല്ലാ മലയാളികളും ആശീർവദിച്ചു, അഭിനന്ദിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും അന്ന് ആ കുട്ടിയെ അഭിനന്ദിക്കുകയുണ്ടായി. കലക്ടർ ആ കൊറോണ സമയത്തായിട്ട് പോലും കലക്ടർ ആ കുട്ടിയെ ക്ഷണിച്ചു വരുത്തി, കലക്ടറേറ്റിലേക്ക് ക്ഷണിച്ചു വരുത്തി ആദരവ് കൊടുത്തു. പല ഭാഗങ്ങളിൽ നിന്നും കുട്ടിക്ക് അനുമോദനങ്ങളും സമ്മാനങ്ങളും തേന്മഴ പോലെ ഒഴുകിയെത്തി. പക്ഷെ ആ കുട്ടി പിതാവിനോട് ഒരു കാര്യം ചോദിച്ചു, ഉപ്പ, നിങ്ങളുടെ വക എനിക്കെന്തുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുക. മാതാപിതാക്കളായിരിക്കണം കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കേണ്ടത്. കുട്ടികൾ പരാജയപ്പെടട്ടെ, വിജയിക്കട്ടെ, അഭിനന്ദിക്കണം. എന്ത് കാര്യങ്ങളിലാണെങ്കിലും. പരീക്ഷയിൽ പരാജയപ്പെട്ടതിന് പേരിൽ ഒരിക്കലും ഒരു കുട്ടിയെയും ചീത്ത പറയാൻ പാടില്ല. ബുദ്ധി കുറഞ്ഞു പോയി എന്ന് കുട്ടിയെ മോശപ്പെടുത്തുമ്പോൾ അതിൻ്റെ വിരൽ ചൂണ്ടുന്നത് ആക്ഷേപിക്കുന്ന പിതാവിലേക്ക് അതല്ലെങ്കിൽ മാതാവിലേക്കാണ് എന്നുള്ളത് നമ്മൾ ഓർക്കുക. മാതാപിതാക്കൾക്ക് ബുദ്ധിയുണ്ടായാൽ സ്വാഭാവികമായും കുട്ടികൾക്ക് ബുദ്ധിയുണ്ടാകുമല്ലോ. അപ്പോൾ ഒരിക്കലും ഒരു കുട്ടിയെയും നമ്മൾ ആക്ഷേപിക്കരുത്, കുറ്റം പറയരുത്. അവരിൽ കുറ്റങ്ങളോ കുറവുകളോ കണ്ടാൽ അവരുടെ നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് കുറ്റങ്ങളിലേക്ക് മെല്ലെ പതുക്കെ കൊണ്ടുവരികയാണ് വേണ്ടത്. അതും
ഒരിക്കലും പരസ്യമായി അങ്ങനെ പറയാനും പാടില്ല. നന്മകൾ പറഞ്ഞുകൊണ്ട് കൂട്ടത്തിലൂടെ തിന്മയെ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. കുട്ടികൾ പലപ്പോഴും കാട്ടിക്കൂട്ടുന്നത് നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. എന്നിരുന്നാൽ പോലും അവരെ ആക്ഷേപിക്കുകയോ കുറ്റം പറയുന്നതോ ഒരിക്കലും നല്ലതല്ല. അത് അവരുടെ ബുദ്ധിയെയും ബുദ്ധി വളർച്ചയെയും ബാധിക്കുന്നതാണ്, പഠനത്തെ പോലും ബാധിക്കും എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. കുട്ടികളെ അനുമോദിക്കുക, അത് കൂടുതൽ ചെയ്യേണ്ടത് മാതാപിതാക്കളാണ്. പഠന വിഷയങ്ങളിൽ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികൾക്ക് നല്ല പ്രചോദനങ്ങളേകണം. ആ പ്രചോദനം ആദ്യമായി നൽകേണ്ടത് മാതാപിതാക്കളാണ്. പിന്നീട് അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും കുടുംബക്കാരും എല്ലാം ആണ്. വിജയിക്കുന്ന കുട്ടിയെ മാത്രമല്ല നമ്മൾ അനുമോദിക്കേണ്ടത്, പരാജയപ്പെടുന്ന കുട്ടിയെ അനുമോദിച്ചാൽ ആ കുട്ടി പലപ്പോഴും ഉന്നതിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതേസമയം ഉന്നതിയിലെത്തിയ ഒരു കുട്ടിയെ അനുമോദിച്ചത് കൊണ്ട് വീണ്ടും ഉയർന്നു വന്നുകൊള്ളണം എന്നില്ല. പരാജയപ്പെട്ട കുട്ടിയെ അനുമോദിച്ചാൽ ആ കുട്ടി വളരെ ഉന്നതിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.